What is capitalism? So capitalism is a very important factor in modern life. ആധുനിക ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മുതലാളിത്തം. The wealth that is vested in the further production of wealth has been described as capital by economists. ഇപ്പോൾ എക്കണോമിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു വെൽത്താണ്. അതായത് നമ്മൾ മറ്റൊരു പ്രൊഡക്ഷൻ നടത്തുവാൻ വേണ്ടി എന്ത് ചെയ്യുന്ന സൂക്ഷിച്ച് വെക്കുന്ന വെൽത്തിനെയാണ് എന്ത് വിളിക്കുക, മൂലധനം. അപ്പം നമ്മളൊരു ഉൽപ്പാദനം നടത്തി ഇനി ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഇതിനകത്ത് കിട്ടുന്ന വെൽത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സംരക്ഷിച്ച് വെക്കും. അങ്ങനെയാണ് എന്ത് വിളിക്കുക, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻ ദ മോഡേൺ എക്കണോമിക് സിസ്റ്റം ക്യാപിറ്റൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയിൽ ക്യാപിറ്റലിന്, മൂലധനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഫ്രം ദ മിഡിൽ ഏജസ് ദ യൂസ് ഓഫ് ക്യാപിറ്റൽ വാസ് ലാർജ്ലി സീൻ. ഇപ്പോൾ മധ്യകാലഘട്ടം മുതൽ തന്നെ എന്ത് ചെയ്യുന്നു, വളരെ ധാരാളമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യാപകമായിട്ട് തന്നെ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. ആഫ്റ്റർ ദി ഏജ് ഓഫ് ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് ആൻഡ് കോളനൈസേഷൻ ലാർജ് ക്യാപിറ്റൽ വാസ് യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഡിസ്കവറീസിന് ശേഷം, അതുപോലെ തന്നെ കോളനൈസേഷന് ശേഷം ക്യാപിറ്റൽ എന്ത് ചെയ്തു, കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. ക്യാപിറ്റലിസം ഗെറ്റ് ആൻ ഓണേഡ് സ്റ്റാറ്റസ് ഇൻ ദ പൊളിറ്റിക്കൽ സോഷ്യൽ എക്കണോമിക് ഫീൽഡ് ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ശരിക്കും എന്താ, ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയോളജിക്ക് സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികപരമായ മേഖലകളിൽ ഒരു ബഹുമതി എന്ത് ചെയ്തത്, നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ദ ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ വെയർ കാൾഡ് ക്യാപിറ്റലിസ്റ്റ്. ഇങ്ങനെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്ന, സൂക്ഷിച്ച് വെക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റുകൾ വിളിക്കുന്നത്. ഇപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ട് an ഐഡിയോളജി ഇൻ വിച്ച് all factors of productions are concentrated on a particular person or a group of person. ഒരു വ്യക്തിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെ കൈവശമോ എല്ലാ ഉൽപ്പാദന മാർഗങ്ങളും കേന്ദ്രീകരിക്കപ്പെടുന്ന സമ്പ്രദായത്തിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ക്യാപിറ്റൽ ശേഖരിച്ച് വെക്കുന്ന ആളുകളെ നമ്മളെന്ത് വിളിക്കുന്നു, ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നു. The capitalists gradually began to control the political, economic and social activities of a state. പിന്നീട് കാലക്രമേണ എന്ത് ചെയ്യുന്നു, ഈ ക്യാപിറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്നു. ദാറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം കൺട്രോൾഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് ഈസ് കാൾഡ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റലിസ്റ്റുകൾ കൺട്രോൾ ചെയ്ത സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയാണെന്ന് വിളിക്കുന്നത് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയും. ഇതിൻ്റെ ഒറിജിൻ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ക്യാപിറ്റലിസം ഉണ്ടായെന്ന്. ക്യാപിറ്റലിസം എമേർജ്ഡ് ഫസ്റ്റ് ഇൻ ഇംഗ്ലണ്ട് വിത്ത് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇപ്പോൾ വ്യാവസായിക വിപ്ലവത്തോടു കൂടി ഇംഗ്ലണ്ടിലാണ് എന്ത് ആരംഭിക്കുന്നത്, ക്യാപിറ്റലിസം ഉണ്ടാകുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ that led to the origin of the system are the extension of commerce as a result of geographical discoveries, the rise of towns, the disappearance of medieval guild system, improvement in transportation and communication, and the organization of large scale industries. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ക്യാപിറ്റലിസം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടൊപ്പമാണ് ക്യാപിറ്റലിസം ഉണ്ടായെന്ന് പറഞ്ഞു. ഇതുണ്ടാകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഡിസ്കവറീസിൻ്റെ ഫലമായി ഉണ്ടായ കൊമേഴ്സിൻ്റെ, വാണിജ്യത്തിൻ്റെ എക്സ്റ്റൻഷൻ, വ്യാപനം. അതാണ് ഒന്നാമത്തെ കാരണം എന്താ, ക്യാപിറ്റലിസം ഉണ്ടാവാൻ. ദ എക്സ്റ്റൻഷൻ ഓഫ് കൊമേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് ഇസ് ദ ഫസ്റ്റ് ഫാക്ടർ ദാറ്റ് ലെഡ് ടു ദ ഒറിജിൻ ഓഫ് ക്യാപിറ്റലിസം. ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രമായ കണ്ടുപിടുത്തം, ഭൂഖണ്ഡങ്ങളെ കണ്ടുപിടിച്ചു, വൻകരകൾ, ഏഷ്യ, യൂറോപ്പ്, ഇങ്ങനെയുള്ള കോണ്ടിനെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്തു, കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ അതിന് ശേഷം അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നു എന്നുള്ള തെളിവ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. അപ്പോൾ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്യാപിറ്റലിസം എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം റൈസ് ഓഫ് ടൗൺസ്, ടൗണുകളുടെ വർധനവ് അല്ലെങ്കിൽ വ്യാപനം.
ഇനി ദ ഡിസപ്പിയറൻസ് ഓഫ് മെഡീവൽ ഗിൽഡ് സിസ്റ്റം, മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനമായിരുന്നു ഗിൽഡ് സിസ്റ്റം എന്ന് പറയും. അതിൻ്റെ ഡിസപ്പിയറൻസ്. ഗിൽഡ് എന്ന് പറയാം, അതൊരു എനിക്ക് കറക്റ്റാണ് അതിൻ്റെ മീനിങ് ഓർക്കുന്നില്ല. ഒരു എക്കണോമിക് സിസ്റ്റം ആയിരുന്നുണ്ടായിരുന്നു, ബാർട്ടർ സിസ്റ്റം പോലെ. നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നില്ല ബാർട്ടർ സിസ്റ്റം, അതേപോലെ അതുമായിട്ട് സാമ്യമുള്ള ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സമ്പ്രദായമായിരുന്നു ഏതാ ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗത വാർത്താവിനിമയ മേഖലയിലുണ്ടായ വർധനവ്. ആൻഡ് ദ ഓർഗനൈസേഷൻ ഓഫ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, വൻകിട വ്യവസായങ്ങളുടെ സംഘടന. ഇത്രയുമാണ് എന്താ ക്യാപിറ്റലിസം ഉണ്ടാവാനുള്ള കാരണം. ഇനി ക്യാപിറ്റലിസം നമുക്ക് രണ്ടായി തിരിക്കാം. ക്യാപിറ്റലിസം ഹാസ് ടു ടൈപ്സ്. ഫസ്റ്റ് ഓഫ് ആൾ കൊമേഴ്സ്യൽ ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. വാണിജ്യ മുതലാളിത്തവും വ്യാവസായിക മുതലാളിത്തവും രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം ക്യാപിറ്റലിസത്തിനെ. അറ്റ് ഫസ്റ്റ് പ്രോഫിറ്റ് വേ ഓഫ് മെയ്ഡ് ഫ്രം ബൈയിങ് സെല്ലിംഗ് ഓഫ് കമ്മ്യൂണിറ്റീസ്. ആദ്യത്തെ കൊമേഴ്സ്യൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങുക വഴി അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുക വഴി എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമ്പ്രദായം. ദ ലാർജർ ദ വോളിയം ഓഫ് ട്രേഡ് ട്രാൻസാക്ഷൻസ് ഗ്രേറ്റർ ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, ദിസ് ഈസ് കാൾഡ് കൊമേഴ്സ്യൽ ക്യാപിറ്റലിസം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡ് ട്രാൻസാക്ഷൻ വഴി ലാർജ് വോളിയം ഓഫ് പ്രോഡക്ട്സ് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഗ്രേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. അതിനെ നമ്മളെന്ത് വിളിക്കുന്നത്, കൊമേഴ്സ്യൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നു. ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലാർജ് സ്കെയിൽ ട്രേഡ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് മാർക്കറ്റ് ലെഡ് ടു ദ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം. റോ മെറ്റീരിയൽസിൻ്റെ ലഭ്യത, അതോടൊപ്പം തന്നെ ലാർജ് സ്കെയിൽ ട്രേഡ്, വൻകിട അടിസ്ഥാനത്തിലുള്ള വ്യാപാരം, മാർക്കറ്റുകളുടെ നിലനിൽപ്പ് തുടങ്ങിയവ എന്താ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിന് കാരണമാവുന്നു. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ചൈൽഡായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിനെ കണക്കാക്കാം. അത്രയുമാണ് അതിൻ്റെ ഓറിജിനായിട്ട് നമുക്ക് ഓർക്കുന്നത്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം ആർ first of all private ownership, then freedom of enterprises, free competition, profit making, class conflict. These are the important factors of or features of capitalism. ഒന്നാമത്തെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആണ്, അതായത് സ്വകാര്യ സ്വത്തവകാശം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എങ്ങനെയാണ്, സ്വകാര്യ സ്വത്തവകാശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. Every individual has the right to acquire and keep his own property. ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ, പ്രോഫിറ്റ് അക്വയർ ചെയ്യുവാനും അത് കൈവശം വെക്കുവാനുമുള്ള അവകാശമാണ് എന്താ പ്രൈവറ്റ് ഓണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഓണേഴ്സ് ഓഫ് പ്രോപ്പർട്ടി ആർ ഫ്രീ ടു എൻജോയ് ഇറ്റ് ഇൻ എനി വേ ദേ ലൈക്ക്. ഇങ്ങനെ പ്രോഫിറ്റ് കൈവശം വെക്കുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റ് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഒന്നാമത്തെ സ്വഭാവ സവിശേഷതയാണ് എന്താ, പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വത്ത് നേടിയെടുക്കുവാനും ആ സ്വത്ത് കൈവശം വെക്കുവാനുമുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികൾക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് എന്ത് ചെയ്യാം, ആ സ്വത്ത് ഉപയോഗിക്കുവാനും കഴിയും. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയാം. രണ്ടാമത്തേത് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ആണ്, അതായത് സംരംഭക സ്വാതന്ത്ര്യം. അണ്ടർ ക്യാപിറ്റലിസം ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ ടു ക്യാരി ഓൺ their commercial and other activities. ക്യാപിറ്റലിസം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ ഓരോ പൗരന്മാർക്കും കൊമേഴ്സ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ്, വാണിജ്യപരമായ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. ദ ഗവൺമെൻറ് ഡസൻറ്റ് ഇൻ്റർഫിയർ വിത്ത് ദി എക്കണോമിക് ഫ്രീഡം ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ആരിടപെടത്തില്ല, ഗവൺമെൻറ്റുകൾ ഇടപെടുന്നില്ല. Capital and labor can freely move from industries to industry, from one place to another in search of higher rewards. മൂലധനവും ലേബറിനും ഒക്കെ എന്ത് ചെയ്യാം, വളരെ സ്വതന്ത്രമായിട്ട് ഒരു വ്യവസായശാലയിൽ നിന്ന് മറ്റൊരു വ്യവസായശാലയിലേക്കോ
അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം, കൂടുതൽ പ്രതിഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്. Hence, the capitalist system is also known as free enterprise economy. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആശയത്തെ മറ്റൊരു പേര് വിളിക്കാം, സ്വതന്ത്ര സംരംഭക സാമ്പത്തിക വ്യവസ്ഥ എന്നതിന് വിളിക്കാം, ഫ്രീ എൻ്റർപ്രൈസസ് എക്കോണമി എന്നതിന് വിളിക്കാം. ക്യാപിറ്റലിസത്തെ നമുക്ക് നേരിടണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ലേബർ, ആ ലേബർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അക്വയർ ചെയ്യുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയാലും ലേബർ ആയാലും എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അടുത്ത ഫ്രീ കോമ്പറ്റീഷൻ, സ്വതന്ത്രപരമായിട്ടുള്ള മത്സരങ്ങളാണ്. ക്യാപിറ്റലിസം എൻഷുർ ഫ്രീ കോമ്പറ്റീഷൻ. ക്യാപിറ്റലിസം സ്വതന്ത്രമായിട്ടുള്ള മത്സരങ്ങൾ എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. ദർ ഈസ് ഫ്രീ കോമ്പറ്റീഷൻ among producers, sellers, buyers and workers. തൊഴിലാളികൾക്കിടയിൽ, അതുപോലെ തന്നെ ഉൽപ്പാദകർക്കിടയിൽ, വാങ്ങുന്നവർക്കിടയിൽ, വിൽക്കുന്നവർക്കിടയിലൊക്കെ എന്താണ്, സ്വതന്ത്രമായ മത്സരങ്ങളുണ്ട്. ദിസ് ഈസ് ദ നാച്ചുറൽ ഔട്ട്കം ഓഫ് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്. ഈ ഒരു ഫ്രീ കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള കാരണം ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസസ് ആണ്. ആൻഡ് ദ ഫ്രീഡം ഓഫ് ദ കൺസ്യൂമർ ടു പർച്ചേസ് ആർട്ടിക്കിൾസ് ഓഫ് ദിയർ ചോയ്സ്. ഓരോ കൺസ്യൂമേഴ്സിനും എന്തുണ്ട്, സോ ക്യാപിറ്റലിസം എൻഷുർസ് ദ ഫ്രീഡം ഓഫ് കൺസ്യൂമേഴ്സ് ടു പർച്ചേസ് എനി ആർട്ടിക്കിൾസ് ദെയർ ലൈക്ക്. ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യാം, അവരിഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസുകൾ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. The theory is that the best would come out only free competition. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള മത്സരങ്ങളുണ്ടെങ്കിൽ മാത്രമേ നല്ല പ്രോഡക്റ്റുകൾ വിപണിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ക്യാപിറ്റലിസത്തിൻ്റെ അടിസ്ഥാന ഒരു ആശയം. ശരിയല്ലേ അത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അപ്പോൾ ആ നമ്മളെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താ, അതുവഴി കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവുന്നു, കോമ്പറ്റീഷൻസ് എന്ത് ചെയ്യും. അടുത്തത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ ഈസ് പ്രോഫിറ്റ് മോട്ടീവ്. ക്യാപിറ്റലിസത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് മോട്ടീവ്സ് ആണ്. ലാഭം എന്ന ലക്ഷ്യമാണ് എന്താ ക്യാപിറ്റലിസത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതായത് ആൾ ബിസിനസ് കാൽക്കുലേഷൻസ് അണ്ടർ ദി സിസ്റ്റം ആർ ഡയറക്റ്റഡ് ടുവേഴ്സ് പ്രോഫിറ്റ്. എല്ലാ ബിസിനസ് കാൽക്കുലേഷനും ഈ സമ്പ്രദായം അനുസരിച്ച് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, പ്രോഫിറ്റിലേക്കാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അടുത്തത് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണ്. ദ ക്ലാസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ വർക്കിംഗ് ക്ലാസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് തൊഴിലാളിയും മുതലാളിയും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, മത്സരങ്ങളാണ്. ദി ക്യാപിറ്റലിസ്റ്റ് എയിമിങ് അറ്റ് മാക്സിമം പ്രോഫിറ്റ്. ക്യാപിറ്റലിസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ടു അക്വയർ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്. And they always try to pay low wages to the workers. കൂടുതൽ ലാഭം ഉണ്ടാക്കുക, തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുക, വളരെ കുറച്ച് കൊടുക്കുക. The laborers on the other hand stood for high wages. എന്നാൽ ലേബേഴ്സ് ഇതിനിടയിലുള്ളൊന്നും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ വേജസിന് വേണ്ടി ലേബേഴ്സ് എന്ത് ചെയ്യുന്നു, നിലകൊള്ളുന്നു. So this led to a constant class war between the capitalist and the working class. ഇത് ആരൊക്കെ തമ്മിൽ, ക്യാപിറ്റലിസ്റ്റുകളും വർക്കിംഗ് ക്ലാസ് തമ്മിൽ എന്താ നിരന്തരമായ സംഘർഷം ഉണ്ടാകുന്നതിന് കാരണമാകും. ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് നോക്കാം. ക്യാപിറ്റലിസം ഹാസ് സർട്ടൻ മെറിറ്റ്സ്. ക്യാപിറ്റലിസത്തിന് എന്തുണ്ട്, ചില നേട്ടങ്ങളുണ്ട്. ഇറ്റ് ഹാസ് മെയ്ഡ് അവൈലബിൾ ടു സൊസൈറ്റി ആൻ അബണ്ടൻറ്റ് സപ്ലൈ ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. ഇത് വളരെ വ്യാപകമായ രീതിയിൽ എന്ത് ചെയ്യാൻ, വ്യത്യസ്തതയുള്ള ഗുഡ്സുകൾ, ചരക്കുകൾ എന്ത് ചെയ്യുവാൻ, മാർക്കറ്റിൽ ലഭ്യമാകുവാൻ അല്ലെങ്കിൽ സമൂഹത്തിൽ ലഭ്യമാകുവാൻ സഹായിക്കുന്നു എന്നതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുമ്പോൾ. വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ലഭിക്കാൻ ക്യാപിറ്റലിസം എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. Then in order to attract the consumers, the producers will bring out newer and finer varieties of goods. കൺസ്യൂമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ വേണ്ടി ഉൽപ്പാദകർ എന്ത് ചെയ്യുന്നു, കൂടുതൽ കൂടുതൽ പുതിയതും നല്ലതുമായിട്ടുള്ള വെറൈറ്റി ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, സൊസൈറ്റി മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. അണ്ടർ ക്യാപിറ്റലിസം കൺസ്യൂമേഴ്സ് ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമേഴ്സ് നമുക്കവിടെ എന്ത് ചെയ്യാം,
In capitalism, the consumers have alternative choice to select their goods and services in which they like. ഓരോ കൺസ്യൂമേഴ്സിനും എന്ത് ചെയ്യാം, അവരിഷ്ടപ്പെടുന്ന സാധനങ്ങൾ ചോയ്സ് ചെയ്യുവാൻ അല്ലെങ്കിൽ വാങ്ങുവാനുള്ള അവകാശം എവിടെയുണ്ട്? ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ഉണ്ട്. അതായത് ഇതിനെ സഹായിക്കുന്നത് ദിസ് വാസ് മെയിൻലി ഡ്യൂ ടു ദെയർ ഫ്രീഡം ഓഫ് ചോയ്സ്. നമുക്കൊരു വസ്തു തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പം ഞാൻ ഏത് വസ്തു ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നതിനാണ് ഞാൻ തന്നെയാണ്. ഓരോ കൺസ്യൂമർക്കും എന്ത് ചെയ്യാം, അവരാഗ്രഹിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ് ഡെമോക്രാറ്റൈസ്ഡ് ആൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ എല്ലാ സാമ്പത്തികപരമായ പ്രവർത്തനങ്ങളെയും ജനാധിപത്യവൽക്കരിക്കാൻ ഇത് സഹായിക്കുന്നു, ക്യാപിറ്റലിസം സഹായിക്കുന്നു. All activities under capitalism enjoy the maximum amount of liberty and freedom. അപ്പോൾ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന വ്യവസ്ഥയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പഠിച്ചോട്ട് ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്ത് ചെയ്യാം. ഇനി ദിസ് എക്കണോമിക് സെറ്റപ്പ് ഹാസ് ഈവിൾസ് ആൾസോ. ഇതിനെന്തുകൊണ്ട്? ദോഷങ്ങളുമുണ്ട്. ഇത്രയും പറഞ്ഞ് നമ്മളതിൻ്റെ മെറിറ്റ്സ് ആണ്. ദെൻ ഇറ്റ് ലീഡ്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ. ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം, സമ്പത്ത് ഒരു വിഭാഗം ആളുകളുടെ കൈവശം എന്ത് ചെയ്യുന്നു, കേന്ദ്രീകരിക്കും. ദിസ് റിസൾട്ട്സ് ഇൻ ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇൻകവും വെൽത്തും അൺഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുവാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇറ്റ് ലെഡ്സ് ടു ക്ലാസ് കോൺഫ്ലിക്റ്റ്. ഇത് വർഗ സമരത്തിന് കാരണമാകുന്നു. ദ ക്ലാഷ് ബിറ്റ്വീൻ ഹൗസ് ആൻഡ് ഹൗ നോട്ട്സ്. ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുണ്ടാകുന്ന വർഗസമരത്തിന് കാരണമാകുന്നു ഏതാ? ക്യാപിറ്റലിസം. ദ വെൽബീയിങ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് ബൈ ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഈ ഒരു ആശയത്തിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൻ്റെ ക്ഷേമം എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഉറപ്പുവരുത്താനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ സമൂഹത്തിന് ക്ഷേമമില്ല. ഇവിടെ ഉള്ളവൻ പിന്നെ എന്ത് ചെയ്യുന്നു? റിച്ച് ബിക്കം റിച്ച് ആൻഡ് റിച്ചർ ആൻഡ് റിച്ചർ. ഉള്ളവൻ പിന്നെയും എന്താ, ഉള്ളവനായിട്ട് മാറുന്നു, ഇല്ലാത്തവൻ എന്ത് ചെയ്യുന്നു, ഇല്ലാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ ഇവിടെ അത് എന്തൊരു കാരണമാകുന്നു? കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹൗസ് ആൻഡ് ഹൗ നോട്ട്സ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ സമൂഹത്തിൻ്റെ വെൽബീയിങ്ങിന് അല്ലെങ്കിൽ വെൽഫെയറിന് ഒരു സ്ഥാനവും ഇല്ല. ദ സോൾ കൺസേൺ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് പേഴ്സണൽ ഗെയിൻസ്. ഇപ്പോൾ വ്യക്തി താല്പര്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രോഫിറ്റിൻ്റെ മാക്സിമൈസേഷൻ, എത്രത്തോളം പ്രോഫിറ്റ് കൂട്ടാമോ, ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കാണ് ക്യാപിറ്റലിസ്റ്റിൽ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം നൽകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വർക്ക്ഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ദി ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റ് ദ വർക്കേഴ്സ്. ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിനെ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. ആൻഡ് ദ വർക്കേഴ്സ് ലീവ്ഡ് കംപ്ലീറ്റ്ലി ഇൻ മിസറി. വളരെ ദുരിതത്തിൽ എന്ത് ചെയ്യുന്നു, വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ജീവിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ക്യാപിറ്റലിസം മൂലം എന്ത് ചെയ്യുന്നുണ്ടാകുന്നു. സോ പ്യൂർ ക്യാപിറ്റലിസം ഡസ് നോട്ട് എക്സിസ്റ്റ് എനിവേർ ഇൻ ദ വേൾഡ്. ഇന്നെങ്ങും എന്താണ്, ശുദ്ധമായ മുതലാളിത്ത വ്യവസ്ഥ എന്തില്ല, ലോകത്തിൽ നിലനിൽക്കുന്നില്ല. വാട്ട് ഈസ് കൺട്രോൾഡ് ക്യാപിറ്റലിസം? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കപ്പെടുന്നത് ടുഡേ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് ക്യാപിറ്റലിസം ഈസ് കൺട്രോൾഡ് ക്യാപിറ്റലിസം. ദ ഗവൺമെൻറ് കൺട്രോൾഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുന്നു, സ്വകാര്യ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. എങ്ങനെയാണ്? ബൈ മീൻസ് ഓഫ് പ്രൈസ് കൺട്രോൾ. വില നിയന്ത്രിച്ചുകൊണ്ട്, കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ, അമിതമായ ഉൽപ്പാദനം നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ലൈസൻസിങ് സിസ്റ്റം ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഈ സ്വകാര്യ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. ഈ ക്യാപിറ്റലിസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണെന്താ, കൺട്രോൾഡ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്. മോണിറ്ററി പോളിസീസും ഫിസിക്കൽ പോളിസീസും അത് എന്ത് ചെയ്യുന്നു, ഏർപ്പെടുത്തുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് ക്യാപിറ്റലിസം ഈസ് കോൾഡ് കൺട്രോൾഡ് ക്യാപിറ്റലിസം ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ അവർ കണ്ടംപററി സൊസൈറ്റി. അപ്പം ഇങ്ങനെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, പ്രൈസിൻ്റെ ഇതിലായാലും പ്രൈസ് ലെവലിലായാലും അതുപോലെ തന്നെ ഓവർ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും ലൈസൻസിങ് സിസ്റ്റം ഏർപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു,
പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോളിക്കുന്നു. ഈ സിസ്റ്റം നമ്മൾ വിളിക്കുന്ന പേരാണ് കൺട്രോൾഡ് ക്യാപിറ്റലിസം. ഈ കൺട്രോൾഡ് ക്യാപിറ്റലിസമാണ് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നത്